ഓക്കെ, നമ്മളിന്ന് ലാംഗ്വേജസ് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം. നമ്മളിപ്പോൾ മലയാളം എടുത്ത് നോക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ഇംഗ്ലീഷ് ഒരു മാതൃഭാഷ അല്ല. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഭാഷ പഠിക്കലാണ്. ഇയാൾക്ക് ഭാഷ പഠിക്കണം. ഭാഷ പഠിച്ചാൽ ആ ഭാഷയിൽ നിന്നുള്ള അറിവെല്ലാം ഇവിടെ ഓപ്പണായി കിട്ടും. ഇയാൾക്ക് ഇങ്ങനെ അറിവെല്ലാം കരസ്ഥമാക്കാം. ആ അറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് സെർവ് ചെയ്യാം. അതാണ് ലക്ഷ്യം. അപ്പോൾ മലയാളം മദർ ടങ്ങാണ്, ഓൾറെഡി അറിയാം. ഇംഗ്ലീഷ് ഓൾറെഡി അറിയില്ല. അപ്പോൾ നമ്മൾ ഇയാൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഓക്കെ, മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ആ ലാംഗ്വേജ് ഇയാൾ എങ്ങനെ പഠിച്ചതെന്ന് അത് ഡീപ്പായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കണം. ആ സെയിം മെത്തേഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ അതേ എളുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ മലയാളം എങ്ങനെ പഠിച്ചത്, ഒരു ലാംഗ്വേജിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്കുകൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടേബിൾ വരച്ചാൽ 4 കോളമുണ്ട്. ഇത് ലിസണിങ് ആണ്, അതായത് കേട്ടാൽ മനസ്സിലാവുന്ന സ്കില്ല്. ഇത് സ്പീക്കിംഗ് ആണ്. ഇത് റീഡിംഗ് ആണ്. ഇത് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ട്. അതായത് ഈ കോമ്പിനേഷൻ. ഓക്കെ, ഈ കോമ്പിനേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഒരു സെറ്റാണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് വേറെ സെറ്റാണ്. ലിസണിങ്ങും സ്പീക്കിങ്ങും ഒരാൾക്ക് പഠിക്കാൻ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. എഡ്യൂക്കേഷൻ വേണ്ട. അതായത് ഇതിന് എഡ്യൂക്കേഷൻ വേണ്ട. എന്ത് മതി? സൊസൈറ്റിയിൽ ജീവിച്ചു കൊടുത്താൽ മതി. ബട്ട് ഇതിന് എഡ്യൂക്കേഷൻ വേണം, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ വേണം. ഇത് ഈ കൺസെപ്റ്റ് പ്രൂവ് ചെയ്യുന്നൊരു ഐഡിയ നമുക്ക് ഖുറാനിലും ഹദീസിലും കാണാൻ പറ്റും. അതായത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലിട്രേറ്റ് ആയിരുന്നു. ഇല്ലിട്രേറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റീഡിങ്ങും റൈറ്റിങ്ങും അറിയില്ലായിരുന്നു. ഒരു വേർഡ് വായിക്കാനോ അല്ലെങ്കിൽ അത് എഴുതാനോ അറിയില്ല. പക്ഷേ ലിസണിങ്ങും സ്പീക്കിങ്ങും അറിയാം. അത് 40 വയസ്സ് മരിക്കുന്നവരെ അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ കാരണം ഇത് സൊസൈറ്റിയിൽ ജീവിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് പഠിഞ്ഞു. ഇതിന് പ്രത്യേകം എഡ്യൂക്കേഷൻ കിട്ടിയില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ വേണ്ടത് റീഡിങ്ങിലും റൈറ്റിങ്ങിലുമാണ്, ലിസണിങ്ങിലും സ്പീക്കിങ്ങിലല്ല. ഇപ്പം മലയാളം ആണെന്നുണ്ടെങ്കിലും മലയാളം കേട്ടാൽ മനസ്സിലാവാനും പറയാനും കഴിയണം എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ വേണ്ട. നമ്മുടെ സൊസൈറ്റിയിൽ മലയാളം സ്പീക്കിംഗ് സൊസൈറ്റിയിൽ ജീവിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ലിസണിങ് സ്പീക്കിംഗ് ഒരു സെക്ഷനാണ്. റീഡിങ് റൈറ്റിംഗ് വേറൊരു സെക്ഷനാണ്. ഇതിന് എഡ്യൂക്കേഷൻ വേണ്ട, ഇതിന് എഡ്യൂക്കേഷൻ വേണം. ഇനി വേറെ രീതിയിൽ ഇതിനെ കണ്ടാൽ, അതായത് ഈ രീതിയിൽ കണ്ടാൽ അത് വേറൊരു സ്പെക്ട്രമാണ്. ഈ സെഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വയർ ചെയ്യാണ്. ഒരാൾ ലാംഗ്വേജ് ഉള്ളിലേക്ക് എടുക്കുക, നമ്മൾ ബ്രെയിനിന് അണ്ടർസ്റ്റാൻഡ് ആവുന്ന രീതിയിൽ എടുക്കുക. അണ്ടർസ്റ്റാൻഡ് ആയ ലാംഗ്വേജ്, നമുക്ക് മനസ്സിലായ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റഗറിയാണ് ഇത്. ലിസണിങ്ങിലായാലും കേട്ടാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലാക്കി കഴിഞ്ഞ് ബ്രെയിനത് മനസ്സിലായാലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, ലാംഗ്വേജ് പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് റീഡിങ്ങും റൈറ്റിങ്ങും. ആദ്യം ലിസണിങ്ങും സ്പീക്കിങ്ങും നോക്കാം. ഇപ്പോൾ നിങ്ങൾ മലയാളം പഠിച്ചല്ലോ, മലയാളം പഠിച്ചു. ആ മലയാളം ഈ കാറ്റഗറിയിലൂടെ, ഈ സ്പെക്ട്രത്തിലൂടെ നമ്മൾ നോക്കിയാൽ ആദ്യം പഠിക്കേണ്ടത് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആണ്. അതിന് എഡ്യൂക്കേഷൻ വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം, നിങ്ങൾ ഒരു ചെറിയ ന്യൂ ബോൺ ബേബി ആകുമ്പോൾ മുതൽ 3 വയസ്സ് വരെ 3 വയസ്സ് ഡ്യൂറേഷനിൽ വരെ മലയാളം ലാംഗ്വേജ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൺസ്യൂം ചെയ്ത് കേൾക്കുന്ന സൗണ്ടും കാണുന്ന ആക്ഷനും കാണുന്ന പിക്ചേഴ്സും കാണുന്ന ഇമേജസും എല്ലാം കണക്ട് ചെയ്തിട്ട് ആ കുട്ടി ലാംഗ്വേജ് പഠിക്കും. മലയാളം ലാംഗ്വേജ് കേട്ടാൽ മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ കേട്ടാൽ മനസ്സിലായി, അതിന് ശേഷം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഉള്ളിലില്ലാത്തത് പുറത്തേക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അവസാനം ഒരു 3 വയസ്സ് കഴിഞ്ഞ് ഒരു 4ാമത്തെ വയസ്സാകുമ്പോഴേക്കും കുട്ടി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. 3 കഴിഞ്ഞാൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഉള്ളിലേക്ക് എടുത്തു, കണക്ട് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 4 വയസ്സാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ലിസണിങ്ങും സ്പീക്കിങ്ങും ഓൾറെഡി കുട്ടി പഠിച്ചു കഴിഞ്ഞു ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നതിലൂടെ.
ഇനി റീഡിങ് റൈറ്റിംഗ് മാത്രം പഠിപ്പിച്ചാൽ മതി. അതിന് പ്രത്യേകം എഡ്യൂക്കേഷൻ ആവശ്യമാണ്. നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കണം, അക്ഷരങ്ങൾ കണക്ട് ചെയ്യാൻ പഠിപ്പിക്കണം, വേർഡ്സ് പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. അതിന് ബുദ്ധിമുട്ടില്ല. ഓൾറെഡി ലാംഗ്വേജ് അറിയാം, ലിസണിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും ലാംഗ്വേജ് പഠിച്ചു, അക്വയർ ചെയ്യാനും പഠിച്ചു, പ്രൊഡ്യൂസ് ചെയ്യാനും പഠിച്ചു. ഇനി അടുത്തത് വേർഡ്സ് കണ്ടാൽ അത് മനസ്സിലാക്കാനും അത് അക്വയർ ചെയ്യാനും അടുത്തത് പഠിപ്പിക്കണം. അതിന് ലെറ്റേഴ്സ് പഠിപ്പിക്കണം. അതിന് ശേഷം വേർഡ്സ് പഠിപ്പിക്കണം. അത് റീഡ് ചെയ്യാൻ പഠിപ്പിച്ചാൽ ആ പരിപാടി കഴിഞ്ഞു. കാരണം ലാംഗ്വേജ് അറിയാം, ലാംഗ്വേജ് എഴുതിയത് മനസ്സിലാക്കാനും ഇപ്പോൾ അറിയാം. അപ്പോൾ ഓൾറെഡി എല്ലാം ഒരു ലാംഗ്വേജിൻ്റെ കംപ്ലീറ്റ് രൂപം ഇവിടെ പഠിച്ചു കഴിഞ്ഞു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ. ഈ സെയിം മെത്തേഡിൽ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റും. എങ്ങനെ? ഇതുപോലുള്ള സൊസൈറ്റിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ സൊസൈറ്റി സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്ലോബലൈസേഷനും സോഷ്യൽ മീഡിയ എല്ലാം വന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അമേരിക്കക്കാരനായി മാറണം. എങ്ങനെ? യൂട്യൂബിലൂടെ കയറിയിട്ട് ഒരു അമേരിക്കൻ സൊസൈറ്റിൻ്റെ അംഗമായിട്ട് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് ആ കണ്ടൻറ്റുകൾ കണ്ടാൽ ഇംഗ്ലീഷ് കണ്ടൻറ്റുകൾ തുടർച്ചയായിട്ട് കാണുകയാണ്. അപ്പോൾ ആ കാണുന്ന ആക്ഷനും കേൾക്കുന്ന സൗണ്ടും കണക്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു കുട്ടിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 3 വയസ്സ് വരെ ബ്രെയിൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി പഠിക്കുന്നത്. പൂർണ്ണ വളർച്ച എത്താത്ത ഈ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് 3 വയസ്സാവുമ്പോഴേക്കും ഈ കുട്ടി കേൾക്കാൻ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ഒരു മുതിർന്ന വ്യക്തിക്ക് എത്ര ടൈം മതി ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കേട്ടാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്? എത്ര ടൈം വേണ്ടി വരുമോ? ചിന്തിച്ചാൽ പോരെ. ഓൾറെഡി കുറേ വേർഡ്സ് അറിയാം, കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഇനി ജസ്റ്റ് ഒന്ന് ഈ സൊസൈറ്റിയിലേക്ക് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒന്ന് ഇറങ്ങി കൊടുത്താൽ മതി. അങ്ങനെ ഇറങ്ങിയിട്ട് വിഷ്വൽസും ആക്ഷൻസും സൗണ്ട്സും കണക്ട് ചെയ്തിട്ട് ലാംഗ്വേജ് പഠിക്കാം. ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാനുള്ള അക്വയർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആയാലും നമ്മൾ പഠിക്കുന്നത് അറിവ് നേടാനാണല്ലോ. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്തിട്ട് മനസ്സിലാക്കുക, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട. അതായത് ലിസണിങ് മാത്രം മതി. എനിക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്താൽ മാത്രം മതി, പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്തിട്ട് പിന്നെ പ്രത്യേകം എഡ്യൂക്കേഷൻ ഇതിന് വേണം, റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണം. ഇനി മലയാളം ലാംഗ്വേജ് എടുത്താൽ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് റെസ്പെക്ടറാണ്. ഇത് കാഷ്വലാണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും കുഴപ്പമില്ല. നമ്മൾ സ്ലാങ്സ് ഉപയോഗിക്കും, നമ്മൾ ഷോർട്ട് വേർഡ്സ് ഉപയോഗിക്കും. ഇതെല്ലാം മനസ്സിലായില്ല. ആസ് ലോങ് ആസ് എത്രത്തോളം എപ്പോഴൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഐഡിയ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മതി ലിസണിങ്ങിന്. നിങ്ങൾ പറഞ്ഞത് ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എൻഗേജിങ് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീക്കിങ് കുഴപ്പമില്ല, യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ബട്ട് നമ്മൾ റീഡിങ് റൈറ്റിംഗ് വരുമ്പോൾ അത് ഫോമലാണ്, കാഷ്വലല്ല. അതായത് അതിൽ തെറ്റ് വരാൻ പാടില്ല. ഗ്രാമറിൽ കറക്റ്റായിട്ടുള്ള പ്രയോഗങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ തന്നെ ലെറ്റേഴ്സ് മാത്രം പഠിപ്പിച്ചാൽ മതിയാവില്ല. അതിൻ്റെ ഗ്രാമറും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് വേണം റീഡിങ്ങും റൈറ്റിങ്ങും ചെയ്യാൻ വേണ്ടി. അതിന് ചിലപ്പം ഗ്രാമർ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ എഴുതി ശീലിക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലായാലും ലിസണിങ്ങും സ്പീക്കിങ്ങും പഠിക്കാൻ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകം എഫേർട്ട് ആവശ്യമില്ല. നമ്മൾ ആ എൻവിറോൺമെൻറ്റിൽ നിന്നാൽ മതി. ആ സൊസൈറ്റി സിമുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക, ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പോയി ഇംഗ്ലീഷ് പഠിക്കാം, ലിസണിങ്ങും സ്പീക്കിങ്ങും. അതിന് കഴിഞ്ഞിട്ട് റീഡിങ് റൈറ്റിങ്ങിൻ്റെ കേസിൽ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം ഇവിടെയുള്ള മിസ്റ്റേക്ക് നമ്മുടെ ഓതൻറ്റിസിറ്റി, നമ്മുടെ അംഗീകാരത്തിനെയും നമ്മുടെ ക്രെഡിബിലിറ്റിയെയും നമ്മുടെ അറിവിനെയും ചോദ്യം ചെയ്യുന്ന മിസ്റ്റേക്കുകളായിരിക്കും റീഡിങ്ങിലും റൈറ്റിങ്ങിലും വരുന്നത്. അതൊരിക്കലും വന്നുകൂടാ. അപ്പോൾ ഇവിടെ ഗ്രാമറും കാര്യങ്ങളും പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട്, ലെറ്റേഴ്സ് എല്ലാം ഫോക്കസ് ചെയ്തിട്ട്, ആദ്യം ലെറ്റേഴ്സ് എന്ന് തുടങ്ങി പിന്നെ ഗ്രാമറിൽ ഫോക്കസ് ചെയ്തിട്ട് കറക്റ്റ് ഇംഗ്ലീഷ് പഠിച്ച് എഴുതണം.
എന്നുള്ളതാണ് വാസ്തവം.